നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. ബാക്കിയുള്ള ഒരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വെക്ടേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡുണ്ട്. എ വെക്ടർ ഇൻറ്റു എ വെക്ടർ നമ്മൾ ചെയ്യുന്നത് രണ്ട് മെത്തേഡാണ്. അതിലൊരു മെത്തേഡ് നിങ്ങൾ വർക്ക് എനർജി പവറിൽ പഠിച്ചു, ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ, അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയും. സ്കേലാർ പ്രൊഡക്റ്റ് എങ്ങനെ എഴുതിയ എ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എ ബി കോസ് തീറ്റ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്കാലാറാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് സ്കാലാർ പ്രൊഡക്റ്റ് എന്നാണ്. രണ്ട് വെക്ടർ ഗുണിച്ചിട്ട് കിട്ടുന്നത് സ്കാലാർ ആണെങ്കിൽ അതിനെ സ്കാലാർ പ്രൊഡക്റ്റ് എന്ന് പറയും. അവിടെ നമ്മൾ ഡോട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്നും വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേപോലെ രണ്ട് വെക്ടേഴ്സിനെ ഗുണിക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ ആ രണ്ട് വെക്ടേഴ്സിനെ ഗുണിക്കുന്നത് ഡോട്ട് ഇട്ടുകൊണ്ടല്ല, ക്രോസ് ഇട്ടുകൊണ്ടാണ്. എ ക്രോസ് ബി. എ ക്രോസ് ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ ഡോട്ട് ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ബി കോസ് തീറ്റ ആണല്ലോ. എന്നാൽ എ ക്രോസ് ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ into a unit vector n cap. A b sin theta into unit vector n cap. ഇവിടെ എ ക്രോസ് ബി വിളിക്കുന്ന പേരാണ് ക്രോസ് പ്രൊഡക്റ്റ്, മറ്റേത് ഡോട്ട് പ്രൊഡക്റ്റ്. ഇനി കിട്ടിയിരിക്കുന്ന ആൻസർ എ ബി സൈൻ തീറ്റയുടെ കൂടെ ഒരു വെക്ടർ ഉണ്ട്. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിറ്റ് വെക്ടർ. അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ആൻസർ വെക്ടർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഗുണിച്ചാൽ കിട്ടുന്നത് വെക്ടർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ നേരത്തെ പഠിച്ച് ഡോട്ട് പ്രൊഡക്റ്റ് പഠിച്ച എവിടെയാണ്? വർക്കിലാണ്. രണ്ട് വെക്ടർ ആയിരിക്കുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഗുണിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ റിസൾട്ട് എന്താണ്? വർക്ക്. ഇറ്റ് ഈസ് എ സ്കാലാർ. അതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ വേറെ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ ഗുണിച്ചാൽ, വെക്ടേഴ്സ് ഗുണിച്ചാൽ കിട്ടുന്നത് ഒരു വെക്ടർ ആയിരിക്കും. അവിടെ യൂസ് ചെയ്യാനുള്ളതാണ് ഈ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ്. അപ്പോൾ വെക്ടർ പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. അതിനെ നമുക്ക് വെക്ടർ സി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ വെക്ടർ സി എന്താണ്? എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്. വെക്ടർ സി ഈസ് ഈക്വൽ ടു വെക്ടർ എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്. ഈ സി എന്ന് പറയുന്ന റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത് ഇതിൽ എൻ ക്യാപ്പ് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗമാണ്. ദാറ്റ് ഈസ് എ ബി സൈൻ തീറ്റ. A b sin theta is the magnitude, where A is the magnitude of vector A, B is the magnitude of vector B, theta is the angle between vector A and vector B. Vector A യും B യും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, വെക്ടർ A യും വെക്ടർ B യും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് എടുത്തിരിക്കുന്നത്. ഇപ്പം മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി ഡയറക്ഷൻ പറയേണ്ട. എൻ ക്യാപ്പ് എന്ന് പറയുന്ന ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? അല്ലെങ്കിൽ സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? സി ഡയറക്ഷൻ എന്ന് പറയുന്നത് എയും ബിയും ഒരു പ്ലെയിനിലായിരിക്കുമല്ലോ, രണ്ട് വെക്ടേഴ്സും. ഓക്കെ, രണ്ട് വെക്ടേഴ്സും ഈ ബോർഡിലാണ്, ഈ പ്ലെയിനിലാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും സിയുടെ ഡയറക്ഷൻ. അങ്ങനെ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എയും ബിയും ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ എ അങ്ങോട്ടുണ്ട്, ബി ഇങ്ങോട്ട്, തീറ്റ ആംഗിളിൽ. അങ്ങനെയാണ് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കും. അവിടെ ഒരു കൺഫ്യൂഷൻ വരും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെർപെൻഡിക്കുലർ ഇവിടുന്ന് മേലോട്ടും താഴോട്ടും വരക്കാം അല്ല. ഈ ഒരു പ്ലെയിനിൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് വരക്കാം, ഇങ്ങനെ താഴോട്ട് വരക്കാം. അതിലേതാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ചില റൂൾസ് ഉണ്ട്. ആ രണ്ട് റൂളാണ്, വളരെ സിമ്പിളാണ്. ഒന്നിൻ്റെ പേര് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. എന്താ പറയുക? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. രണ്ടാമത്തേത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. രണ്ടും ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ. സപ്പോസ് ഇതൊരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ ആണെങ്കിൽ ഇത് വലത്തോട്ട് ഇങ്ങനെ തിരിച്ചാൽ റൈറ്റിലോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ടേക്ക് കയറിപ്പോകും. ഓക്കെ, അങ്ങനെയുള്ള ഒരു സ്ക്രൂവിൻ്റെ ആ തിരിക്കുന്ന ഭാഗം അതിനെ ഹെഡ് എന്ന് പറയാം. ഈ ഹെഡിൽ എയും ബിയും ഞാൻ വെച്ചിരിക്കുകയാണ്. തീറ്റ ആംഗിൾ എയും ബിയും ഇതാ ഈ സ്ക്രൂവിൻ്റെ ഹെഡിലാണ്
ഹെഡിൽ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, ആ പ്ലെയിനിലാണ് എയും ബിയും നിൽക്കുന്നത്. എന്നിട്ട് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന് ബിയിലേക്ക് തിരിക്കാം. എ എന്ന് ബിയിലേക്ക് തിരിക്കുക, ഇങ്ങനെ തിരിക്കുക, എ എന്ന് ബിയിലേക്ക്. എ എന്ന് ബിയിലേക്ക് തിരിക്കുമ്പം ഇതിന്റെ ടിപ്പ് എങ്ങോട്ട് പോകുന്നു, അതാണ് സിന്റെ ഡയറക്ഷൻ. എ എന്ന് ബിയിലേക്ക് ഇങ്ങനെ തിരിക്കുമ്പം ഈ ടിപ്പ് അങ്ങോട്ടേക്കല്ല പോവുക, റൈറ്റ് ഹാൻഡ് സ്ക്രൂ വലത്തോട് തിരിച്ച് അങ്ങോട്ടേക്കല്ല പോവുക. അപ്പം ഈ ബോർഡിന്റെ ഉള്ളിലേക്കായിരിക്കും സിയുടെ ഡയറക്ഷൻ. ഇനി ബി ക്രോസ് എ ആണ് കാണുന്നതെങ്കിലോ, ബി ക്രോസ് എ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ബി ക്രോസ് എ ആണെങ്കിൽ ബി എയിലേക്ക് തിരിക്കുക. ബി ക്രോസ് എ ബി എയിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ ആ റൈറ്റ് ഹാൻഡ് സ്ക്രൂ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കുക. അപ്പോൾ സ്ക്രൂ ഇങ്ങോട്ടേക്കല്ല വരിക, ടിപ്പ് എങ്ങോട്ടാ വരിക, ടിപ്പ് ഇങ്ങോട്ടേക്ക്, ബോർഡിന്റെ പുറത്തേക്ക്, ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും ബി ക്രോസ് എയുടെ ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയും ബി ക്രോസ് എയും സെയിം ആണോ? അല്ല, അതാണ് വ്യത്യാസം. എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. പക്ഷെ ഇവിടെ എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ അല്ല, അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ പറയാനുള്ള ഒരു റൂൾ ഞാൻ പറഞ്ഞു. ഏതാണ്? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂള്. നമ്മുടെ റൈറ്റ് ഹാൻഡ് സ്ക്രൂവിൻ്റെ ഹെഡ് തിരിക്കുന്ന ഭാഗം, ആ ഹെഡിൻ്റെ പ്ലെയിനിൽ എയും ബിയും തീറ്റ ആംഗിളിൽ വെക്കുക. എന്നിട്ട് എ ക്രോസ് ബി കാണണമെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് തിരിക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് തിരിക്കുന്ന സമയത്ത് ഈ സ്ക്രൂവിൻ്റെ ടിപ്പ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അത് ഒന്നെങ്കിൽ മുന്നോട്ടേ അല്ലെങ്കിൽ ബാക്കോട്ടായിരിക്കും. എങ്ങോട്ടാണ് പോകുന്നത്, അതാണ് സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി ഒരു ഡയറക്ഷനും ബി ക്രോസ് എ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കും. രണ്ടാമത്തെ റൂൾ പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ്, തമ്പ് എന്ന് പറയുന്നതല്ലേ ഇതാ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി നിൽക്കുന്ന പ്ലെയിനിലേക്ക് നമ്മുടെ ഈ ഫിംഗേഴ്സ് വെക്കാം. ഇതാ എ ക്രോസ് ബി, എയും ബിയും. എ ക്രോസ് ബി എന്നിട്ട് എയിൽ നിന്ന് എ ക്രോസ് ബി ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മുടെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്യുക. ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തമ്പ് നേരെ പിടിക്കുക. തമ്പ് അങ്ങോട്ടാ, ബോർഡിൻ്റെ പുറത്തേക്ക്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. ഓക്കെ, ഇനി ബി ക്രോസ് എ ആണെങ്കിലോ ബിയിൽ നിന്ന് എയിലേക്ക് കേളിച്ച്, ബി ഇവിടെ അല്ലേ, അപ്പോൾ കൈ തിരിച്ചു വെക്കാം. ബി മേലെ, ബി മേലെ, താഴെ എ. അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് കേൾ ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെ കേൾ ചെയ്യുക. ഓക്കെ, ബി ക്രോസ് എ. അപ്പോൾ തമ്പ് അങ്ങോട്ടാ, ഉള്ളിലേക്ക്. അപ്പോൾ ബി ക്രോസ് എയുടെ ഡയറക്ഷൻ അങ്ങോട്ട്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ട് വെക്ടേഴ്സ്, വെക്ടർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ, ആ രണ്ട് വെക്ടേഴ്സ് എ ക്രോസ് ബിയോ ബി ക്രോസ് എയോ കണ്ടുപിടിക്കാൻ അതെന്ത് ചെയ്യാം? ഓക്കെ, ആ രീതിയിൽ നമ്മൾ കൈവച്ചിട്ട് അങ്ങോട്ടേക്ക് എ ക്രോസ് ബി ആണെങ്കിൽ എ നിന്ന് ബിയിലേക്ക് ഫിംഗേഴ്സ് കേൾ ചെയ്യുക. തമ്പ് കാണിക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, സപ്പോസ് ഇവിടെ എ ഇങ്ങനെയുണ്ട്, ബി ഇങ്ങോട്ടേക്കുണ്ട്. എ ക്രോസ് ബി ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കണം. നമ്മുടെ ഫിംഗേഴ്സ് എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങോട്ട് തിരിക്കുന്നു, തമ്പ് മേലോട്ട്. ഇപ്പോൾ എ ക്രോസ് ബി ഡയറക്ഷൻ മേലോട്ടേക്കായിരിക്കും സി. ഓക്കെ, ഇനി ബി ക്രോസ് എ കാണുന്നെങ്കിലോ ബി ഇവിടെ എ ഇവിടെയാണ്. അപ്പോൾ ബി ഇങ്ങോട്ടേക്ക് തിരിക്കണം. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്യുക. ഇങ്ങനെ കേൾ ചെയ്യുന്ന സമയത്ത് തമ്പ് ഇങ്ങോട്ടാ, താഴോട്ടേക്കാണ്. അതായിരിക്കും സിയുടെ ഡയറക്ഷൻ. അപ്പോൾ വെക്റ്റർ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമ്മൾ അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ പോരാ, കംപ്ലീറ്റ് ആകണമെങ്കിൽ ഡയറക്ഷൻ കൂടി പറയണം. ഡയറക്ഷൻ എയും ബിയും നിൽക്കുന്ന പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് ആകുന്നില്ല. അവിടെ ഒരു കാര്യം കൂടി വേണം, ആ പെർപെൻഡിക്കുലറിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ട്, അതേതാണ്, അത് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ പോയിന്റ് ഏതാണ്? യെസ്, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഓർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമുക്ക് ഇഷ്ടമുള്ളൊരു റോള് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ ക്രോസ് പ്രൊഡക്റ്റ് പ്രോപ്പർട്ടീസ് പറയാം. ക്രോസ് പ്രൊഡക്റ്റിൻ്റെ എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. പക്ഷേ എ ക്രോസ് ബി ബി ക്രോസ് എ അല്ല. അത് തന്നെയാണ് ഒന്നാമത്തെ. കമ്മ്യൂട്ടേറ്റീവ് അല്ല. എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ആണ്. എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ആണ്. കാരണം മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി എടുത്താലും എ ബി സൈൻ തീറ്റയാണ്, ബി ക്രോസ് എ എടുത്താലും. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റയാണ്. എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് ആണ്. ഓക്കെ, ബി ക്രോസ് എ എന്ന് പറഞ്ഞാലോ എ ബി സൈൻ തീറ്റ ഇൻറ്റു ഈ എൻ ഡാഷ് ക്യാപ്പ് എന്ന് കൊടുക്കാം. ഈ സാധനം സെയിം. മാഗ്നിറ്റ്യൂഡ് എ ബി സൈൻ തീറ്റ നമുക്ക് അങ്ങോട്ട് എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പക്ഷേ ഈ ഡയറക്ഷനും ഈ ഡയറക്ഷനും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ കാണിച്ചു, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളോ തമ്പ് റൂളോ ഉപയോഗിച്ചാൽ ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട്, ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട്, അല്ലേ? ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി എന്താണ്? എ ക്രോസ് ബി എന്തിന് ഈക്വൽ ആയിരിക്കും? എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ ആയിരിക്കും. എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി.
ക്രോസ് പ്രോഡക്റ്റ് ഓർ വെക്റ്റർ പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എൻ്റെ റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ മൈനസ്. റിഫ്ലക്ടർ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് വെക്റ്റർ മീൻസ് എൻ്റെ റിഫ്ലക്ടർ ക്രോസ് ബിൻ്റെ റിഫ്ലക്ടർ എടുത്തു കഴിഞ്ഞാൽ അത് എ ക്രോസ് ബി തന്നെയായിരിക്കും. അണ്ടർ റിഫ്ലക്ഷൻ എ ക്രോസ് ബി ഈസ് കമ്മ്യൂട്ടേറ്റീവ്. എ മൈനസ് എ ക്രോസ് മൈനസ് ബി ഈക്വൽ ടു എന്താണ്? എ ക്രോസ് ബി തന്നെയായിരിക്കും. റിഫ്ലക്ഷൻ നടന്നു കഴിഞ്ഞാൽ രണ്ട് വെക്ടറിനും റിഫ്ലക്ഷൻ നടക്കുകയാണെങ്കിൽ എ ക്രോസ് ബിയിൽ മാറ്റം വരുന്നില്ല. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റ് ആണ്, അല്ലെങ്കിൽ വെക്ടർ അഡീഷനിൽ എ ക്രോസ് ബി കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ക്രോസ് ബി പ്ലസ് സി, എ ക്രോസ് ബി പ്ലസ് സി നമുക്ക് ഇങ്ങനെ എഴുതാം, എ ക്രോസ് ബി പ്ലസ് ഇനി അടുത്ത ടേം എ ക്രോസ് സി, എ ക്രോസ് സി. അപ്പൊ എ ക്രോസ് ബി പ്ലസ് സി നമുക്ക് എങ്ങനെ എഴുതാം? എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി എന്ന് എഴുതാം. ഓക്കെ, പ്രോപ്പർട്ടി. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എ ക്രോസ് എ എന്തായിരിക്കും? എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു സൈൻ തീറ്റ. വാട്ട് ഈസ് തീറ്റ? ഒരേ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഒരേ വെക്ടർ ഒരേ ഡയറക്ഷനിൽ പോകല്ലേ, അപ്പൊ തീറ്റ 0 ആയിരിക്കും. സൈൻ 0 എന്താ? 0 ആയിരിക്കും. അപ്പൊ എ ക്രോസ് എ എന്താ? 0. അതിന്റെ അർത്ഥം എന്താ? സെയിം വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. സെയിം വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഇതാണ് നാലാമത്തെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. എ ക്രോസ് എ ഈക്വൽ ടു 0. എ ക്രോസ് എ 0 ആണെങ്കിൽ നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഐയും ജെയും കെ ഒക്കെ. അപ്പൊ ഐ ക്രോസ് ഐ എന്തായിരിക്കും? സെയിം വെക്ടേഴ്സ് അല്ല. ഐ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഐ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഐ ഇൻറ്റു സൈൻ 0 ഈക്വൽ ടു 0. ഓക്കെ, അതുപോലെ തന്നെയാണ് ജെ ക്രോസ് ജെ. ജെ ക്രോസ് ജെ എന്തായിരിക്കും? 0 ആയിരിക്കും. കെ ക്രോസ് കെ എന്തായിരിക്കും? കെ ക്രോസ് കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഏതൊരു വെക്ടറിന്റെ വെക്ടർ പി ക്രോസ് പി എന്താ? 0. വെക്ടർ വി ക്രോസ് വി എന്താ? 0. സെയിം വെക്ടേഴ്സിന്റെ വെക്ടർ പ്രൊഡക്റ്റ് ഒക്കെ 0 ആയിരിക്കും. ദ വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് സെയിം വെക്ടേഴ്സ് ആർ ഓൾവേസ് 0. ഓക്കെ, അത് ഡോട്ട് പ്രൊഡക്റ്റിൽ നമ്മൾ പറയുന്ന പെർപെൻഡിക്കുലർ ആണെങ്കിൽ അല്ലേ, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി 0 ആയിരിക്കും. ഇവിടെ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ എ ക്രോസ് ബി 0 ആയിരിക്കും, കാരണം സൈൻ 0 ആണ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഐ ക്രോസ് ഐ 0 എന്ന് പറഞ്ഞു. ഐ ക്രോസ് ജെ എന്താണ്? ഐ ക്രോസ് ജെ ഐ ക്രോസ് ജെ കെ ആണ്. ജെ ക്രോസ് കെ എന്താണ്? ഐ ആണ്. കെ ക്രോസ് ഐ എന്താണ്? ജെ ആണ്. ജെ ക്രോസ് ഐ എന്താണ്? മൈനസ് കെ ആണ്. കെ ക്രോസ് ജെ എന്താണ്? മൈനസ് ഐ ആണ്. ഓക്കെ, ഐ ക്രോസ് കെ മൈനസ് ജെ ആണ്. ഇതെങ്ങനെ കിട്ടുന്നത് നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് ഇത് എഴുതാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞാൽ ഐ ജെ കെ ഒന്നുകൂടി ഐ എന്ന് എഴുതി അങ്ങോട്ടേക്ക് പോവാണ്. ഐ ക്രോസ് ജെ ഐ ക്രോസ് ജെ കെ ക്യാപ്പ്. ഐ ക്രോസ് ജെ കെ ക്യാപ്പ്. അടുത്ത ജെ ക്രോസ് കെ ഐ ക്യാപ്പ്. ഓക്കെ, ജെ ക്രോസ് കെ ഐ ക്യാപ്പ് ശരിയല്ലേ? അടുത്ത കെ ക്രോസ് ഐ അടുത്ത വരുന്ന ആരാ? ജെ ക്യാപ്പ് അല്ല, വീണ്ടും എഴുതാം. ഐ ക്രോസ് കെ ക്രോസ് ഐ ജെ ക്യാപ്പ്. ഇതാ കെ ക്രോസ് ഐ ജെ ക്യാപ്പ്. ജെ ക്രോസ് ഐ മൈനസ് കെ ക്യാപ്പ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജെ ക്രോസ് ഐ ഇവിടെയാണ് മൈനസ് കെ ക്യാപ്പ്. ജെ ക്രോസ് ഐ മൈനസ് കെ ക്യാപ്പ്. ഇനി അടുത്തതാ ഐ ക്രോസ് കെ ഇങ്ങോട്ടേക്കാ മൈനസ് ജെ ക്യാപ്പ് അല്ല. ഓക്കെ, ജെ ക്രോസ് ഐ ക്രോസ് ഓക്കെ ഐ ക്രോസ് കെ ഇതാണ്. ഐ ക്രോസ് കെ മൈനസ് ജെ ക്യാപ്പ് എഴുതിയിട്ടുണ്ട്. ഐ ക്രോസ് കെ മൈനസ് ജെ ക്യാപ്പ്. ഇനി കെ ക്രോസ് ജെ മൈനസ് ഐ ക്യാപ്പ്. ഒന്നുകൂടി പറയാം, ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഐ ജെ കെ വീണ്ടും ഐ ജെ എഴുതാം.
എന്നിട്ട് ഇവിടെ അങ്ങോട്ടേക്ക് ഗുണിക്കുമ്പോൾ പ്ലസ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ മൈനസ് കൊടുത്താൽ മതി. എന്നാൽ അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതൊന്ന് എഴുതി നോക്കിയാൽ മതി. ഐ ക്രോസ് ജെ കെ ക്യാപ്പ്, ജെ ക്രോസ് കെ ഐ ക്യാപ്പ്, കെ ക്രോസ് ഐ ജെ ക്യാപ്പ്, മൂന്നെണ്ണായി. അടുത്ത ജെ ക്രോസ് ഐ മൈനസ് കെ ക്യാപ്പ്, ഐ ക്രോസ് കെ മൈനസ് ജെ ക്യാപ്പ്, കെ ക്രോസ് ജെ മൈനസ് ഐ ക്യാപ്പ്. നോക്കിയാൽ കെ ക്രോസ് ജെ മൈനസ് ഐ ക്യാപ്പ്, ഐ ക്രോസ് കെ എന്താണ് ഐ ക്രോസ് കെ മൈനസ് ജെ ക്യാപ്പ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ്, അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ്. ഇത് ഓർത്തിരുന്നാൽ നമുക്കത് കാണാതെ പഠിക്കാതെ തന്നെ ഇത് ചെയ്യാം. കൺഫ്യൂഷൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്താൽ മതി. ഐ ജെ കെ ഐ ജെ ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഗുണിച്ചാൽ പ്ലസ്, രണ്ടെണ്ണം ഗുണിച്ചാൽ മൂന്നാമത്തത്, രണ്ടെണ്ണം ഗുണിച്ചാൽ മൂന്നാമത്തെ, ആ രീതിയിൽ എഴുതുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം. സപ്പോസ് വി ഹാവ് വെക്ടർ എ ഈക്വൽ ടു എ എന്ന് പറയുന്ന വെക്ടർ എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ ഇസഡ് കെ ക്യാപ്പ് ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു ബി എക്സ് ഐ ക്യാപ്പ് ബി വൈ ജെ ക്യാപ്പ് പ്ലസ് ബി ഇസഡ് കെ ക്യാപ്പ്. ഇതാണ് നമുക്ക് രണ്ട് വെക്ടേഴ്സ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എ ക്രോസ് ബി കാണണം. എ ക്രോസ് ബി കുണിച്ചൂടെ? എഴുതാം, ക്രോസ് ഇടാം, ബി എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം. എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ ഇസഡ് കെ ക്യാപ്പ് ക്രോസ് ബി എക്സ് ഐ ക്യാപ്പ് ബി വൈ ജെ ക്യാപ്പ് ബി ഇസഡ് കെ ക്യാപ്പ്. ഓക്കെ, ഇതവിടെ നിന്നോട്ടെ, നമുക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ നോക്കാം. ഗുണിക്കാലോ? സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ കൊണ്ട് ആ മൂന്നെണ്ണത്തിന് ഗുണിക്കണം, ഇതിനെ കൊണ്ട് മൂന്നെണ്ണത്തിന് ഗുണിക്കണം, ഇതിനെ കൊണ്ട് മൂന്നെണ്ണത്തിന് ഗുണിക്കണം. മൊത്തം 9 ടേം ഉണ്ടാവും. പക്ഷെ അത് 3 ടേം 0 ആണ്. കാരണം എന്താ? എ എക്സ് ഐ ക്യാപ്പ് ക്രോസ് ബി എക്സ് ഐ ക്യാപ്പ് എടുക്കുമ്പോൾ എ എക്സ് ബി എക്സ് ഐ ക്രോസ് ഐ വരും. വെക്ടേഴ്സിനാണ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. ഓക്കെ, എ എക്സും ബി എക്സ് ഒക്കെ നമ്പേഴ്സാണ്. എ എക്സ് എ വൈ എ സെഡ് 3 4 2 -1 അങ്ങനെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഇതാണ് വെക്ടേഴ്സ് ഐയും ജെയും കെയും, ഐയും ജെയും കെയും. അതാണ് നമ്മൾ ഗുണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗുണിക്കുമ്പോൾ ഈ ഐ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് 0 ആയി പോകും. അതുപോലെ ജെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് 0 ആയി പോകും. കെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് 0 ആയിരിക്കും. അപ്പോൾ 9 ടേമിൽ 3 എണ്ണം 0 ആണ്, ബാക്കി 6 എണ്ണേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ട് ആരൊക്കെ ഗുണിച്ചാൽ മതി? ഇതാ നോക്ക്, ഇതിനെ കൊണ്ട് നമ്മൾ ഗുണിക്കേണ്ടത് ഈ 2 ടേമിനെയാണ്. ആദ്യം ഇതിനെ ഗുണിക്കാം പ്ലസ് ഇതിനെ ഗുണിക്കുക. അതൊന്ന് ഗുണിച്ച് പറഞ്ഞേ. എ എക്സ് ഈക്വൽ ടു ഇതാ, ഇതിനെ കൊണ്ട് ഇതിനെയും ഗുണിച്ച് എഴുതിയാൽ മതി. അപ്പം അങ്ങനെ പറയാം, ഈക്വൽ ടു എ എക്സ് ബി വൈ, എ എക്സ് ബി വൈ. ഇനി വെക്ടേഴ്സിനെ ക്രോസ് ചെയ്യണം. ഐ ക്രോസ് ജെ. ഏതാ ഐ ക്രോസ് ജെ? ഐ ക്രോസ് ജെ. എന്താ ഐ ക്രോസ് ജെ? നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ കെ ആണ്, കെ ക്യാപ്പ്. അപ്പോൾ അതാണ് എഴുതേണ്ടത് ഇവിടെ, കെ ക്യാപ്പ്. ഓക്കെ, പ്ലസ്സോ മൈനസോ നമുക്കറിയില്ല, തൽക്കാലം ആ മൈനസ് നിൽക്കട്ടെ. പ്ലസ് ആണെങ്കിൽ നമുക്ക് പ്ലസ് ആക്കിയാൽ മതി. എ എക്സും ബി സെഡും ആണ് ഗുണിക്കേണ്ടത്. എ എക്സ് ബി ഇസഡ്. ഇനി ആരാ? ഐ ക്രോസ് കെ അല്ലേ? ഇവിടെ ഐയും ഇവിടെ കെയുമാണ്. ഐ ക്രോസ് കെ. എന്താണ് ഐ ക്രോസ് കെ? വെക്ടർ ഐ ക്രോസ് കെ. നോക്ക്, ഐ ക്രോസ് കെ ഇതാ, ഐ ക്രോസ് കെ മൈനസ് ജെ ആണ്, മൈനസ് ജെ. ഐ ക്രോസ് കെ ഈക്വൽ ടു മൈനസ് ജെ. അപ്പോൾ ഇവിടെ മൈനസ് ജെ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈനസ് മതി എന്ന് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ ടേം മൈനസ് ആണ്. പ്ലസ് അടുത്ത ടേം
അടുത്ത ടേം എങ്ങനെയാ? ഇതാ എ വൈ കൊണ്ട് ഗുണിക്കണം. ആരെയൊക്കെ ഗുണിക്കണം? എ വൈ കൊണ്ട്. എ വൈ കൊണ്ട് നമ്മൾ ഇതാ ഈ ബി എക്സിനെ ഗുണിക്കണം, പിന്നെ ലാസ്റ്റ് ബി സെഡിനെ ഗുണിക്കണം. ഇതിനെ വേണ്ട, കാരണം ജെയും വരുമ്പം 0 ആയിപ്പോ. അപ്പം നടുക്കത്തെ വേണ്ട, ബാക്കി രണ്ടും. അപ്പം എങ്ങനെ വരിക? എ വൈ ബി എക്സ്, എ വൈ ബി എക്സ്. ഇനി ജെ ക്രോസ് ഐ ആണ്. ജെ ക്രോസ് ഐ എന്താ? ജെ ക്രോസ് ഐ ഇതാ. ജെ ക്രോസ് ഐ മൈനസ് കെ ആണ്. അപ്പോൾ മൈനസ് കെ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ മൈനസ് വരണം അല്ലേ? ഇവിടെ എന്ത് വേണം? മൈനസ് വേണം. ഓക്കെ. നെക്സ്റ്റ് എ വൈ ബി സെഡ് ആണ്. മൈനസ് തൽക്കാലം ഇടാം. എ വൈ ബി സെഡ്. ഇനി ഏതാ? ജെ ക്രോസ് കെ ആണ് അല്ലേ? ജെയും കെയും ഒന്നുമില്ല, ആ ഓർഡറിൽ അങ്ങോട്ട് ഗുണിച്ചാൽ മതി. സെയിം വെക്ടേഴ്സ് വരുന്ന ഭാഗം നമ്മൾ എഴുതണ്ട, അത്രയേ ഉള്ളൂ. 9 ടേം എഴുതിയാൽ 3 ടേം 0 ആയപ്പോൾ അതുകൊണ്ട് നമ്മൾ 6 എഴുതുന്നുള്ളൂ എന്നേ ഉള്ളൂ. ഇനി 9 ഗുണിച്ചിട്ട് ആ ടേം 0 എന്ന് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഓർഡറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുണിച്ച് എഴുതാം. ഓക്കെ, നമ്മളത് ഒഴിവാക്കി. അപ്പോൾ എ വൈ ബി സെഡ് എഴുതി. എ വൈ ബി സെഡ്. ഇനി ജെ ക്രോസ് കെ ആണ്. ഏതാണ് ജെ ക്രോസ് കെ? ജെ ക്രോസ് കെ എന്ന് പറയുന്നത് ഐ ക്യാപ്പാണ്, അത് പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് തന്നെ ഇടാം. ഓക്കെ. അടുത്ത ടേം പ്ലസ്സോ മൈനസോ ഒന്നും അറിയില്ല. ഇനി നമുക്ക് എന്താ വേണ്ടത്? എ സെഡ് കൊണ്ട് ഗുണിക്കണം. എ സെഡ് കൊണ്ട് ആരെയൊക്കെ ഗുണിക്കണം? ഇതിനെയും ഗുണിക്കണം, ഇതിനെയും ഗുണിക്കണം. മാർസിത്തെ വേണ്ട, കെ ക്യാപ്പ് വേണ്ട. അപ്പോൾ എ സെഡ് ബി എക്സ്. ഇവിടെ കെ ഐ ആണ്. കെ ക്രോസ് ഐ. എവിടെ? കെ ക്രോസ് ഐ ജെ ക്യാപ്പ്, അത് പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് മതി. ഓക്കെ. നെക്സ്റ്റ് മൈനസ് ഇട്ടു. എ ഇസഡ് ബി വൈ. എ ഇസഡ് ബി വൈ. കെയും ജെയും ആണ്. അപ്പം എന്താ? കെ ക്രോസ് ജെ നോക്കണം. കെ ക്രോസ് ജെ ഇതാണ്. കെ ക്രോസ് ജെ മൈനസ് ഐ ക്യാപ്പ്. അപ്പോൾ നമുക്കിവിടെ മൈനസ് ഇടാം. മൈനസ് ഐ ക്യാപ്പ്. ഓക്കെ. ഇതാണ് നമ്മൾ എ ക്രോസ് ബി കണ്ടാൽ കിട്ടുന്നത്. എ ക്രോസ് ബി കണ്ടിട്ട് നമുക്ക് എന്താ കിട്ടിയ? ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഐ വരുന്ന ടേമൊക്കെ ഒരുമിച്ച് എഴുതാം. ഐ വരുന്ന ടേം ഏതാ? എ വൈ ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി വൈ ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് ജെ വരുന്ന ടേം ഒക്കെ എഴുതാം. ജെ വരുന്ന ടേം ഏതാ? എ ഇസഡ് ബി എക്സ്, പിന്നെ ഏതാ? ജെ വരുന്നതാ മൈനസ് എ എക്സ് ബി ഇസഡ് ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് ഈ കെ വരുന്ന ടേമുകൾ. കെ വരുന്ന ടേം എ എക്സ് ബി വൈ. ഇനി ഏതാ? മൈനസ് എ വൈ ബി എക്സ്. മൈനസ് എ വൈ ബി എക്സ് ഇൻറ്റു കെ ക്യാപ്പ്. കണ്ടോ? എ ക്രോസ് ബി കണ്ടാൽ കിട്ടുന്നതാണ് എ വൈ ബി സെഡ് മൈനസ് എ സെഡ് ബി വൈ ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് എ സെഡ് ബി എക്സ് മൈനസ് എ എക്സ് ബി സെഡ് ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ് ഇൻറ്റു കെ ക്യാപ്പ്. ഈ ടേമിനെ നമുക്ക് ഒന്ന് തിരിച്ചെഴുതിയാൽ കുറച്ചുകൂടി നല്ലതാണ്. ആ ഒരു ഫോമാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ. ഈ രണ്ടാമത്തെ ടേമിന് ഞാൻ എന്താ ലെറ്റർ മാറ്റിയിട്ട് എഴുതാണ്. മൈനസ് ചെയ്താണെങ്കിൽ ഈ ടേം ആദ്യം എഴുതാം. എ എക്സ് ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി എക്സ് ഇൻറ്റു ജെ ക്യാപ്പ്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് എ ക്രോസ് ബി അങ്ങനെ എഴുതാം. ബാക്കി ടേംസും കൂടി എഴുതിയാൽ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ വൈ ബി സെഡ് മൈനസ് എ ഇസഡ് ബി വൈ ഇൻറ്റു ഐ ക്യാപ്പ് മൈനസ് എ എക്സ് ബി സെഡ് മൈനസ് എ വൈ എ സെഡ് ബി എക്സ് ജെ ക്യാപ്പ് പ്ലസ്
എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ് കെ ക്യാപ്പ്. ഇതാണ് എ ക്രോസ് ബി. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എ ക്രോസ് ബി. ഈ എ ക്രോസ് ബി ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം മാത്തമാറ്റിക്സിൽ വേറൊരു ഓപ്പറേഷൻ ഉണ്ട്, ഡിറ്റർമിനൻസ് എന്ന് പറയും. അത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ മാത്തമാറ്റിക്സിൽ പഠിക്കാൻ പോകുന്നതാണ്, ഡിറ്റർമിനൻസ്. അത് ഉപയോഗിച്ചത് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുകയാണെങ്കിൽ എ ക്രോസ് ബി നമുക്ക് ഇങ്ങനെ എഴുതാം. എ ക്രോസ് ബി ഈക്വൽ ടു ഇങ്ങനെ രണ്ട് വര വരക്കാം. വിളിക്കുന്ന പേര് ഡിറ്റർമിനൻ്റ് എന്താ പറയുക, ഡിറ്റർമിനൻ്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് എഴുതാം. ഐ ജെ കെ ഫസ്റ്റ് റോ. സെക്കൻഡ് റോയിൽ എന്റെ കോയിഫിഷ്യൻറ്റുകൾ എഴുതാം. എ എക്സ് എ വൈ എ ഇസഡ്. അതിൻ്റെ താഴെ ബിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ എഴുതാം. ബി എക്സ് ബി വൈ ബി ഇസഡ്. ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇത് തന്നെയായിരിക്കും. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഗുണിച്ചെഴുതാറില്ല. ഈ ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. രണ്ട് വെക്ടേഴ്സ് ക്രോസ് ചെയ്യാൻ തന്നാൽ അതിൻ്റെ ഐ ജെ കെ എന്ന് എഴുതും. എന്നിട്ട് എ എന്നുള്ള വെക്ടറിൻ്റെ കോയിഫിഷ്യൻറ്റുകളൊക്കെ ഒരു റോയിൽ എഴുതും, ബിൻ്റെ അടുത്ത റോയിൽ എഴുതും. എന്നിട്ട് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കും. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്ന ഇതാണ്. സി ഈക്വൽ ടു ഇങ്ങനെ ആദ്യം ഐ ക്യാപ്പ് എഴുതും. ഐ ക്യാപ്പ്. എന്നിട്ട് ഈ ഐ ക്യാപ്പ് വന്ന റോയും കോളവും, ഐ ക്യാപ്പ് ഇവിടെയാണല്ലോ, ഇത് വരുന്ന റോ എന്ന് പറഞ്ഞാൽ ഇത്, അത് വരുന്ന കോളം എന്ന് പറഞ്ഞാൽ ഈ സാധനം, ഇത് നമ്മൾ ഒഴിവാക്കാം. ബാക്കിയുള്ളത് ക്രോസ് ചെയ്തിട്ട് അതിന് ഡിഫറൻസ് എഴുതാം. അതായത് എ വൈ ബി സെഡ് മൈനസ് എ ഇസഡ് ബി വൈ. ഇത് ഗുണിക്കാം മൈനസ് ഇത് ഗുണിക്കാം. എഴുതിക്കോ. ദാറ്റ്സ് ഈക്വൽ ടു എ വൈ ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി വൈ. കണ്ടോ, ഇൻറ്റു ഐ ക്യാപ്പ്. ആദ്യം ഐ ക്യാപ്പ് എഴുതിയെന്നുള്ളൂ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഐ ക്യാപ്പ് വേണമെങ്കിൽ അപ്പുറത്ത് എഴുതാം. മനസ്സിലായോ? ഇതന്നെയല്ല ആദ്യത്തെ ടേം. രണ്ടാമത് ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് ആണ്. അടുത്തത് മൈനസ്. എന്നിട്ട് ജെ ക്യാപ്പ് കൊടുക്കണം, ബ്രാക്കറ്റിൽ എഴുതേണ്ടത്. രണ്ടാമത് വരുന്ന റോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക, കോളം കട്ട് ചെയ്യുക. എ വൈ ബി വൈ ഒഴിവാക്കുക, ബാക്കിയുള്ളത് ക്രോസ് ചെയ്യുക. എ എക്സ് ബി വൈ മൈനസ് എ ഇസഡ് ബി എക്സ്. ഓക്കെ, എഴുതിക്കോ. എ ഇസഡ് ഇത് രണ്ടും ഗുണിക്കുക. എ ഇസഡ് ബി എക്സ് നടുക്കത്ത് ഒഴിവാക്കി. എ എക്സ് ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി എക്സ്. നോക്ക്, രണ്ടാമത്തെ ടേം ഇത് തന്നെയല്ലേ. യെസ്, ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ്, അടുത്തത് പ്ലസ്, ബ്രാക്കറ്റിൽ എഴുതണം, ഇൻറ്റു കെ ക്യാപ്പ്. ബ്രാക്കറ്റിൽ എന്താ എഴുതണ്ട, മൂന്നാമത്തെ റോ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഒഴിവാക്കാം. ഓക്കെ, മൂന്നാമത്തെ റോ ഇതാ, ഇത് നമ്മൾ ഒഴിവാക്കാം. എന്നിട്ട് കെ ക്യാപ്പ് ഇൻറ്റു ഇത് ഗുണിക്കുക. എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ്. എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ്. ഇതല്ലേ എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ്. അപ്പോൾ നമ്മൾ ഈ എ ക്രോസ് ബി കണ്ടുപിടിച്ച് തന്നെ ഡിറ്റർമിനൻ്റ് ഫോമിൽ കിട്ടി. ഇതാ ഇങ്ങനെ ചെയ്താലും കിട്ടി. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എ ക്രോസ് ബി കണ്ടുപിടിക്കാം. ഇതൊന്നുകൂടി പറഞ്ഞത്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. ഐ ജെ കെ എഴുതാം, എന്റെ കോയിഫിഷ്യൻ്റ് എഴുതാം, ബിൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതാം. ആദ്യം ഐ വരുന്ന കോളോ റോ ഒഴിവാക്കുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എ വൈ ബി സെഡ് മൈനസ് എ സെഡ് ബി വൈ ഇൻറ്റു ഐ ക്യാപ്പ്. അടുത്ത മൈനസ് ഓൾട്ടർനേറ്റ് മൈനസ് ചെയ്താൽ, എന്നിട്ട് ഈ വരുന്ന കോളം റോ ഒഴിവാക്കുക നടുക്കത്തെ. എന്നിട്ട് എ എക്സ് ബി സെഡ് മൈനസ് എ സെഡ് ബി എക്സ് ഇൻറ്റു ജെ ക്യാപ്പ്. നെക്സ്റ്റ് കെ എടുക്കുമ്പം കെ വരുന്ന കോളം ഒഴിവാക്കുക. എന്നിട്ട്
ഈ എ എക്സ് ബി വൈ പ്ലസ് ആണ് ഓൾട്ടർനേറ്റ്, എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി സെഡ് ഇൻറ്റു കെ ക്യാപ്പ്, അത്രയേ ഉള്ളൂ. ഓക്കെ, രണ്ടു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, പക്ഷേ രണ്ട് പ്രോബ്ലം ചെയ്താൽ വളരെ സിമ്പിളായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു പ്രോബ്ലം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എ ക്രോസ് ബി കാണാൻ, അല്ലെങ്കിൽ വെക്റ്റർ പ്രൊഡക്റ്റ് കാണാൻ. ഇവിടെ രണ്ട് വെക്റ്റർ വന്നിട്ടുണ്ട്. വെക്റ്റർ പി ഈക്വൽ ടു 3i പ്ലസ് 4j പ്ലസ് 2k, വെക്റ്റർ ക്യൂ ഈക്വൽ ടു 2i പ്ലസ് j പ്ലസ് 4k. ഫൈൻഡ് പി ക്രോസ് ക്യൂ. ക്വസ്റ്റ്യൻ ഫൈൻഡ് പി ക്രോസ് ക്യൂ. അപ്പോൾ പി ക്രോസ് ക്യൂ കാണണം. ഡിറ്റർമിനൻ്റ് ഫോമിലേക്ക് എഴുതാം. ഫസ്റ്റ് റോയിൽ ഐ ജെ കെ, സെക്കൻഡ് റോയിൽ എന്താ എഴുതേണ്ട? കോയിഫിഷ്യൻ്റ് ഓഫ് വെക്റ്റർ പി 3, 4, 2 എല്ലാം പ്ലസ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ 3, 4, 2. നെക്സ്റ്റ് ക്യൂവിൻ്റെ കോയിഫിഷ്യൻ്റ് 2, ഇവിടെ എത്ര ജെ എന്ന് പറഞ്ഞാൽ 1j എന്നാണ്, 1j 4k. ഓക്കെ, അപ്പം 2, 1, 4 ഇത്രയേ ഉള്ളൂ. ഇനി എങ്ങനെ ചെയ്യാം? താഴെ എഴുതാം. ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ. ഫസ്റ്റത്തെ ടേം ഗുണിച്ച് ചെയ്തിട്ട് ഇൻറ്റു ഐ ക്യാപ് മൈനസ് സെക്കൻഡ് ടേം ഗുണിച്ച് ചെയ്താൽ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് ഇൻറ്റു കെ ക്യാപ്. ഈ ഫോം ഇതിൻ്റെ അകത്ത് എഴുതേണ്ട സാധനങ്ങൾ ഗുണിച്ച് എഴുതണം. അപ്പോൾ ഗുണിച്ച് എഴുതി നോക്കിക്കോ. ഇതാ ഫസ്റ്റ് ഐ ക്യാപ്പ് എടുക്കുമ്പം ഈ റോ നമ്മൾ ഒഴിവാക്കാം, ഇതങ്ങോട്ട് ഒഴിവാക്കാം. എന്നിട്ട് 4 ഇൻറ്റു 4 മൈനസ് 2 ഇൻറ്റു 1, 4 ഇൻറ്റു 4 എത്രയാ 16 മൈനസ് 2 ഇൻറ്റു 1 2, 16 മൈനസ് 2. നെക്സ്റ്റ് ജെ ക്യാപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഈ കോളം നമ്മൾ ഒഴിവാക്കാം. 3 ഇൻറ്റു 4 എത്രയാ 12, 2 ഇൻറ്റു 2 മൈനസ് 2, 2 ഇൻറ്റു 2 4 മൈനസ് 4. ഓക്കെ, നെക്സ്റ്റ് കെ ക്യാപ്പ് എടുക്കുന്നു. അപ്പോൾ ഈ റോ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ എന്താ കിട്ടുക? 3 ഇൻറ്റു 1 3 മൈനസ് 4 ഇൻറ്റു 2 8. ഓക്കെ, ഇതൊന്നുകൂടി സിമ്പിൾ ആക്കുക. എന്താ കിട്ടുക? 16 മൈനസ് 2 14 ഐ ക്യാപ്പ് എന്ന് വരും. നെക്സ്റ്റ് മൈനസ് 12 മൈനസ് 4 8 ജെ ക്യാപ്പ്. നെക്സ്റ്റ് 3 മൈനസ് 8 എത്രയാ മൈനസ് 5. അപ്പം മൈനസ് 5 കെ ക്യാപ്പ്. ഓക്കെ, ഇതാണ് പി ക്രോസ് ക്യൂ കിട്ടിയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വെക്ടർ അല്ലേ പി ക്രോസ് ക്യൂ ഈക്വൽ ടു, നമുക്ക് കിട്ടിയിരിക്കുന്നതൊരു വെക്ടറാണ്. ഇതാണ് വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയാനുള്ള കാരണം. നമുക്ക് ഈ വെക്ടറിൻ്റെ പി ക്രോസ് ക്യൂ കണ്ടല്ലോ, അതിനെ ക്യൂ ക്രോസ് പി ഒന്ന് കണ്ടു നോക്കാം. ഫൈൻഡ് ക്യൂ ക്രോസ് പി. പി ക്രോസ് ക്യൂ കണ്ടതുപോലെ ക്യൂ ക്രോസ് പിയും കൂടി ഒന്ന് കാണാം. എങ്ങനെ എഴുതാ? ഐ ജെ കെ. ക്യൂ ക്രോസ് പി എഴുതുമ്പം ആദ്യം ക്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതാം. അപ്പോൾ ഇതാണ് ആദ്യം ഇതിൻ്റെ 2i 2 1 4 ആദ്യം എഴുതാം. 2 1 4. എന്നിട്ട് പിൻ്റെ കോഎഫിഷ്യൻ്റ് ഇതല്ല 3 4 2 അല്ലേ? എന്താ 3 4 2 അത് എഴുതാൻ പോവാണ്. 3 4 2. ഇനി ചെയ്ത് നോക്കിക്കോ. ഇൻറ്റു ഐ ക്യാപ്പ് മൈനസ് ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് ഇൻറ്റു കെ ക്യാപ്പ്. എങ്ങനെ എഴുതാം? ഐ ക്യാപ്പ് എടുത്തു 1 ഇൻറ്റു 2 2 മൈനസ് 4 ഇൻറ്റു 4 16 മൈനസ് ജെ ക്യാപ്പ് ഇതും ഒഴിവാക്കി 2 ഇൻറ്റു 2 4 മൈനസ് 4 ഇൻറ്റു 3 12 പ്ലസ് ഇതൊഴിവാക്കി 2 ഇൻറ്റു 4 8 മൈനസ് 2 ഇൻറ്റു 4 8 1 ഇൻറ്റു 3 3. ഇത് ചെയ്താൽ എന്താ കിട്ടുക? 2 മൈനസ് 16 മൈനസ് 14 ഐ ക്യാപ്പ്
4 minus of 4 minus 12. 4 minus 12. Yes, minus 8. Minus 8 into ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ പ്ലസ് 8. പ്ലസ് 8 ജെ ക്യാപ്പ്. നെക്സ്റ്റ് 8 minus 3 പ്ലസ് 5. 5 കെ ക്യാപ്പ്. നോക്കിയാൽ ക്രോസ് ബി പി ക്രോസ് ക്യൂവും ക്യൂ ക്രോസ് പി എന്നുള്ള വ്യത്യാസം. പി ക്രോസ് ക്യൂ കിട്ടിയിരിക്കുന്നത് 14i മൈനസ് 8j മൈനസ് 5k. ഇതിൻ്റെ നേരെ നെഗറ്റീവാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ക്യൂ ക്രോസ് പി മൈനസ് 14i പ്ലസ് 8j പ്ലസ് 5k. ഇപ്പോൾ മനസ്സിലായോ? എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. ഓക്കെ, കോയിഫിഷ്യൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക എന്ന കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. ഇനി ഒരു ടേമും കൂടി നമുക്ക് പഠിക്കാം. ആംഗുലാർ വെലോസിറ്റി ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ആംഗുലാർ വെലോസിറ്റി നമ്മളെ പ്ലെയിനിൽ പഠിച്ചു. സർക്കുലാർ മോഷനിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആർക്കുണ്ടാകുക? റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്കൊക്കെ ആംഗുലാർ വെലോസിറ്റി ഉണ്ടാകും. ഈ ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ വി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി, അതൊരു വെക്റ്ററാണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് വെക്റ്ററാണ്. ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റിയും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയല്ല എഴുതേണ്ടത്. വെക്റ്റർ വി ഈക്വൽ ടു വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ ഒമേഗ. നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് പഠിച്ച ഇങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു വെക്ടർ, രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ്, മൂന്നാമത്തെ വെക്ടർ. ആറ് വെക്ടറാണ് റേഡിയസ് വെക്ടർ, ഒമേഗ വെക്ടറാണ് ആംഗുലാർ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി വി ഓൾറെഡി നമുക്കറിയാം വെക്ടറാണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ഒമേഗ ആണ്. ഇങ്ങനെയാണ് ശരിക്കും എഴുതേണ്ടത്. ഓക്കെ, ഈ ഒമേഗ എന്ന് പറയുന്നത് കറങ്ങുന്ന ബോഡിക്കാണല്ലോ. ഇതാ ഒരു ബോഡി ഇങ്ങനെ കറങ്ങാണ്. ഒമേഗയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഒമേഗ ആക്സിസിലായിരിക്കും. ഒമേഗ എങ്ങോട്ടായിരിക്കും? ആക്സിസ് ഓഫ് റൊട്ടേഷനിലാണ് ഒമേഗ ഉണ്ടാകുക. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നമുക്ക് രണ്ട് ഡയറക്ഷൻ പറയാം. ഒന്നുകിൽ മുകളിലേക്കായിരിക്കും അല്ലെങ്കിൽ താഴേക്കായിരിക്കും. അതിലേതാണ് എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ കാണിക്കുന്ന റൂൾ യൂസ് ചെയ്യുക. തമ്പ് റൂളോ അല്ലെങ്കിൽ സ്ക്രൂ റൂളോ യൂസ് ചെയ്യുക. തമ്പ് റൂളോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതാ അങ്ങോട്ടേക്കല്ല കറങ്ങുന്നത്, ഇങ്ങനെയല്ല കറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക, റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ്. അപ്പോൾ തമ്പ് കാണിക്കുന്നത് മുകളിലേക്കാണല്ലോ. അപ്പോൾ ഒമേഗയുടെ ഡയറക്ഷൻ മുകളിലേക്കാണ്. ഇനി അതേസമയം കറങ്ങുന്നത് ഇതാ ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെ കറങ്ങുന്നതെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് കേൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അല്ല. ഫിംഗേഴ്സ് കേൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ തമ്പ് എങ്ങോട്ടാ? താഴേക്കാണ്. ആക്സിസിൽ താഴേക്കാണ് ഒമേഗയുടെ ഡയറക്ഷൻ. ഓക്കെ, ഓർ ആൻറ്റി ക്ലോക്ക് വേസ് മാറുന്നതനുസരിച്ച് ഒമേഗ ആക്സിസിൽ മുകളിലേക്കോ താഴേക്കോ മാറിക്കൊണ്ടിരിക്കും. ഒമേഗയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഒമേഗ ആക്സിസിലാണ്. ആക്സിസിൽ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ സ്ക്രൂ റൂളോ അല്ലെങ്കിൽ തമ്പ് റൂളോ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പറയാം. ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ എങ്ങോട്ടാ? നമ്മൾ തമ്പ് മേലോട്ടേക്കാണ്. ഇങ്ങനെയാണ് കറങ്ങുന്നത്, തമ്പ് മേലോട്ടേക്കാണ്. ഇനി ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിലോ നമ്മൾ ഇങ്ങനെ കൈവെക്കണം. ഇങ്ങനെയാണ് കറങ്ങുന്നത്, അപ്പോൾ തമ്പ് താഴോട്ടേക്കാണ്, ഒമേഗ താഴോട്ടേക്കാണ്. ഇതാണ് ഒമേഗയുടെ ഡയറക്ഷൻ. ഒമേഗയുടെ യൂണിറ്റ് എന്താ? ഒമേഗ ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് അല്ലേ? റേഡിയൻ പെർ സെക്കൻഡ്. ഡയമെൻഷൻ എന്താ? എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു -1 ആണ്. എം റൈസ് 0, എൽ റൈസ് 0, ടി റൈസ് ടു -1 ആണ്. ആംഗുലാർ വെലോസിറ്റി പോലെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി ആണ്. അതും വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഡയമെൻഷൻ എം റൈസ് 0, എൽ റൈസ് 0, ടി റൈസ് ടു -2 ആണ്. റേഡിയൻ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ജസ്റ്റ് ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ.